നമസ്കാരം. മുൻ സീനിയർ ഗവൺമെന്റ് പ്ലീഡർ പി.ജി. മനുവിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നിൽ വീഡിയോ പ്രചരിച്ചതിന്റെ വേദനയെന്ന് തന്നെ സൂചന. കൊല്ലത്തെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു മനുവിനെ കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. നിയമസഹായം തേടിയെത്തിയ യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിൽ മനുവിന് ജാമ്യം അനുവദിച്ചിരുന്നു. ഞായറാഴ്ച രാവിലെ അഭിഭാഷകനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ലഭിക്കാത്തതിനെ തുടർന്ന് ജൂനിയർ അഭിഭാഷകർ വീട്ടിലെത്തി അന്വേഷിച്ചപ്പോഴാണ് മനുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. മനുവും കുടുംബവും ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ പോയി മാപ്പ് അപേക്ഷിക്കുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു. ഇതിനെ തുടർന്ന് ഏറെ മനോവിഷമത്തിലായിരുന്നു മനുവെന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. എറണാകുളം പിറവം സ്വദേശിയാണ് മനു കുടുംബത്തോടൊപ്പം യുവതിയുടെ വീട്ടിലെത്തി മാപ്പ് പറഞ്ഞുവെന്ന സൂചനകളുമായാണ് വീഡിയോ പ്രചരിച്ചത്. ഇത് നാണക്കേടുണ്ടാക്കിയെന്നാണ് വിവരം. യുവതിയുടെ വീട്ടിൽ ഭാര്യയും സഹോദരിയുമായി എത്തി തൊഴുകൈയോടെ മാപ്പ് പറയുന്ന വീഡിയോ ആയിരുന്നു പുറത്തു വന്നത്. മനുവും യുവതിയുമായി ചെയ്ത കാര്യങ്ങൾ യുവതിയുടെ മകൻ പറയുന്നത് കേട്ട് നിൽക്കുന്ന മനുവിൻ്റെ ഭാര്യ തൊഴുത് മാപ്പ് പറയുന്ന ദൃശ്യങ്ങളടക്കം ഇതിലുണ്ടായിരുന്നു. ഇത് വൈറലായതിന് പിന്നാലെയാണ് മനു ആത്മഹത്യ ചെയ്യുന്നത്. 2018 നടന്ന പീഡന കേസിൽ ഇരയായ യുവതി പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമോപദേശത്തിനായി അഭിഭാഷകനായി പി.ജി. മനുവിനെ സമീപിക്കുന്നത്. നിയമസഹായം നൽകാനെന്ന പേരിൽ യുവതിയെ മനുവിൻ്റെ കടവന്ത്രയിലെ ഓഫീസിൽ വിളിച്ചു വരുത്തി ബലമായി പീഡിപ്പിച്ചുവെന്നായിരുന്നു പരാതി. ഈ കേസ് ഏറെ വിവാദമുണ്ടാക്കുകയും ചെയ്തു. മാനസികമായി തകർന്ന യുവതി വീട്ടുകാരോട് ആദ്യം പീഡന വിവരം പറഞ്ഞിരുന്നില്ല. പിന്നീട് ഒക്ടോബർ 9-നും 10-നും പീഡനം നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ആലുവ റൂറൽ എസ്.പിക്ക് പരാതി നൽകുകയായിരുന്നു. ബലമായി പീഡിപ്പിച്ച ശേഷം സ്വകാര്യ ചിത്രങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയതായും യുവതി പോലീസിന് മൊഴി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ IT ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി പി.ജി. മനുവിനെതിരെ പോലീസ് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. പീഡന കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം യുവതിയെ പീഡിപ്പിച്ചതായും പരാതിയെത്തി. ഭർത്താവിന്റെ ജാമ്യം റദ്ദാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പീഡിപ്പിച്ചതെന്നായിരുന്നു യുവതിയുടെ പരാതി. നേരത്തെ മറ്റൊരു യുവതിയെ പീഡിപ്പിച്ചെന്ന കേസും മനുവിനെതിരെ ഉണ്ടായിരുന്നു. പുറത്തിറങ്ങി ജാമ്യ വ്യവസ്ഥ ലംഘിച്ചിട്ടും പ്രതിയെ പിടികൂടാൻ പോലീസ് തയ്യാറായില്ല എന്ന വാദവും എത്തിയിരുന്നു. വീണ്ടും കേസായാൽ ജയിലിൽ പോകേണ്ടി വരുമെന്ന സാഹചര്യം വന്നപ്പോഴാണ് യുവതിയുടെ വീട്ടിൽ കുടുംബസമേതമെത്തി ഇയാൾ മാപ്പ് പറഞ്ഞതെന്നും സൂചനകളെത്തി. ഇതിനിടയിലാണ് മനുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. നിയമസഹായം തേടിയെത്തിയ യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പി.ജി. മനുവിന് ജാമ്യം ലഭിച്ചിരുന്നു. കർശന ഉപാധികളോടെയായിരുന്നു ജാമ്യം അനുവദിച്ചത്. കേസിൽ വിചാരണ തീരുന്നതുവരെ ചോറ്റാനിക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുത്, പാസ്പോർട്ട് ഹാജരാക്കണം, എല്ലാ മാസവും ആദ്യത്തെ ശനിയാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാകണം, 2 ലക്ഷം രൂപയുടെ ബോണ്ട്, 2 ആൾ ജാമ്യം എന്നിവയായിരുന്നു ഉപാധികൾ. കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഇത് കണക്കിലെടുത്തായിരുന്നു ഉപാധികളോടെ ജാമ്യം നൽകിയത്. കഴിഞ്ഞ ജനുവരി 31-നാണ് പുത്തൻകുരിശ് ഡിവൈഎസ്പിക്ക് മുന്നിൽ പി.ജി. മനു കീഴടങ്ങിയത്. 2018-ലുണ്ടായ ലൈംഗിക അതിക്രമ കേസിൽ 5 വർഷമായിട്ടും നടപടിയാകാതെ വന്നപ്പോൾ പോലീസ് നിർദ്ദേശപ്രകാരം നിയമസഹായം തേടിയെത്തിയ യുവതിയെ ഓഫീസിൽ വെച്ചും വീട്ടിൽ വെച്ചും ബലാത്സംഗം ചെയ്തുവെന്നായിരുന്നു കേസ്. അഭിഭാഷകൻ അയച്ച വാട്സപ്പ് ചാറ്റുകൾ, ഓഡിയോ സംഭാഷണം എന്നിവ തെളിവായി പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു. സീനിയർ ഗവൺമെന്റ് പ്ലീഡറായി മനു പ്രവർത്തിച്ചിരുന്നു. ഡോക്ടർ വന്ദന കേസിൽ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരാകാൻ വേണ്ടിയാണ് എറണാകുളം പിറവം സ്വദേശിയായ മനു കൊല്ലത്തെത്തിയത്. പാനായിക്കുളം ഉൾപ്പെടെയുള്ള NIA കേസുകളിൽ പ്രോസിക്യൂട്ടറായിരുന്നു.